ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ രഹസ്യാന്വേഷണ പോലീസ് ആരുടേതാണ്? ഏതാണ്? ഉത്തരമൊന്നേ ഉള്ളൂ, അത് മൊസാദാണ്. മൊസാദിനെ ഭയക്കുകയാണ് ലോകത്തെ എതിരാളികളെല്ലാം. എന്തുകൊണ്ടാണ് മൊസാദ് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ രഹസ്യാന്വേഷണ പോലീസ് ആകുന്നത്? ഏതു മടയിലും ഏതു പാതാളത്തിലും എവിടെയും ചെന്നു കയറി ശത്രുവിനെ തീർക്കാനുള്ള കഴിവ്, അതാണ് മൊസാദിനെ മറ്റു രഹസ്യാന്വേഷണ പോലീസിൽ നിന്ന്, മറ്റ് ഇൻ്റലിജൻസ് ഏജൻസികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നിരവധി കഥകൾ നമ്മൾ മൊസാദിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കഥകളും യാഥാർത്ഥ്യങ്ങളും രണ്ടും വേർതിരിച്ചറിയാൻ കഴിയാത്ത സാങ്കല്പിക കഥകളുമൊക്കെ ചേർന്ന വലിയ ചരിത്രം. എന്നാൽ അടുത്തിടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് മൊസാദിനെ നമ്മുടെ മുന്നിൽ അമ്പരപ്പിക്കുന്ന ഒരു സംഭവമാക്കി മാറ്റിയത്. ലെബനനിൽ ഹിസ്ബുള്ളയുടെ കയ്യിലിരുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു. ഹിസ്ബുള്ള ഏജന്റുമാരുടെ കയ്യിലിരുന്ന വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു. തെരുവുകളിലൂടെ, ലെബന്റെ തെരുവുകളിലൂടെ നടന്നു പോകുന്ന ഹിസ്ബുള്ള ഏജന്റുമാരെന്ന് ആരും അറിയാത്ത, ഏറ്റവും രഹസ്യമായി പോകുന്ന അവരുടെ പോക്കറ്റിൽ നിന്ന് പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ 40ഓളം പേർ ലെബനൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരിക്കുന്നു. 3000-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഈ പേജർ പൊട്ടിത്തെറിച്ച ആളുകളുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയ മറ്റു ചിലരുടെ, അവരും ഹിസ്ബുള്ള ഏജന്റുമാരായിരിക്കാം, അവരുടെ കയ്യിലുള്ള വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ ലെബനനെ, ഹിസ്ബുള്ളയെ ഒന്നടങ്കം ഞെട്ടിച്ച പേജർ സ്ഫോടനങ്ങളും വോക്കി ടോക്കി സ്ഫോടനങ്ങളും. ഒടുവിൽ ലെബനനിലെ ജനത, ലെബനനിലെ ഹിസ്ബുള്ള ഏജന്റുമാർ, ഭീകരന്മാർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊന്നും തന്നെ അടുത്തുപോലും വയ്ക്കാത്ത അവസ്ഥയിലെത്തി. ഭീതി നിറഞ്ഞു ലെബനനിലുടനീളം. ആ ഭീതി ഇറാനിലേക്കും പറന്നു. ഈ സംഭവം ലോകത്ത് തന്നെ ഞെട്ടിച്ചതാണ്. എങ്ങനെയാണ് മൊസാദ് ഈ ഓപ്പറേഷൻ നടത്തിയത്? അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പറയാം. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ മൊസാദിനെ കുറിച്ച് പറയുന്നത് മറ്റൊരു വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ലോകം. ഇറാനിലെ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ, ന്യൂക്ലിയർ പരീക്ഷണ കേന്ദ്രങ്ങളിൽ വമ്പൻ സ്ഫോടനത്തിന് മൊസാദ് പദ്ധതിയിട്ടു. ആ സ്ഫോടനം നടന്നുവെന്നും, എന്നാൽ അവസാന നിമിഷം ഇറാൻ്റെ ഭാഗ്യം കൊണ്ട് ആ സ്ഫോടനം നടക്കാതെ പോയി എന്നുമുള്ള 2 വാദങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത പുറത്തുവിട്ടത് ചെറിയ ആരുമല്ല. അത് ഇറാൻ്റെ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ജവാദ് ഷെരീഫാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരിക്കൽ മൊസാദിൻ്റെ ഏജന്റുമാർ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ പദ്ധതിയിട്ടു. ഏറ്റവും കൃത്യമായ രീതിയിൽ ആ പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചു. എന്നാൽ അവസാന നിമിഷം ഞങ്ങളുടെ കാര്യക്ഷമത കൊണ്ട്, നിരീക്ഷണം കൊണ്ട് ആ പദ്ധതി പാളിപ്പോയി എന്നാണ് ഇപ്പോൾ മുഹമ്മദ് സവാദ് ഷെരീഫ് പറയുന്നത്. എന്തായിരുന്നു ആ പദ്ധതി? ആ പദ്ധതിയെക്കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് മൊസാദിൻ്റെ തല എത്രയാണ്, മൊസാദിൻ്റെ കഴിവെന്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. 2016 മുതൽ ഇറാനുമേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. അതോടുകൂടി ആണവ പരീക്ഷണങ്ങൾക്കുള്ള കമ്പോണൻസ്, അതിൻ്റെ സാമഗ്രികൾ, സാധന സാമഗ്രികൾ, അതിനുവേണ്ട അടിസ്ഥാന വസ്തുക്കൾ ലഭിക്കാതെ ഇറാൻ വലഞ്ഞു. ഈ ഉപരോധം പോലും ഒരു പരിധിവരെ പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക നടത്തിയതാണ് എന്ന് ഇന്ന് ഇറാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആണവ പരീക്ഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ, അതിനുവേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാതെ ഇറാൻ വലയുമ്പോൾ, ഇറാൻ നേരിട്ട് അത് വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇറാൻ ഇടനിലക്കാരെ സമീപിക്കുന്നു. ഒന്നിലധികം ഇടനിലക്കാർ ഇറാനെ ഇക്കാര്യത്തിൽ സഹായിക്കാനായി രംഗത്ത് വരുന്നു. അവരിലൂടെ ഇറാൻ ഈ അടിസ്ഥാന സാധനങ്ങൾ, ഈ പ്രധാനപ്പെട്ട കമ്പോണൻസ് വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അത് വാങ്ങിക്കുകയാണ്. ആണവ നിലയങ്ങളിലെ അല്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻസ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂജ് മെഷീനാണ്. ന്യൂക്ലിയർ സെൻട്രിഫ്യൂജ് മെഷീൻസ്. ആ ന്യൂക്ലിയർ സെൻട്രിഫ്യൂജ് മെഷീൻസ് വാങ്ങാനുള്ള ഓർഡർ നൽകുന്നു. അങ്ങനെ സെൻട്രിഫ്യൂജ് മെഷീൻസ് ഇറാനിലേക്ക് എത്തുകയാണ്. നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിലേക്കാണ് അത് എത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ ഇറാൻ വൈസ് പ്രസിഡന്റിൻ്റെ വാക്കുകളിൽ ഏത് ന്യൂക്ലിയർ പ്ലാന്റ് ആണ് എന്ന് കൃത്യമായി പറയുന്നില്ല. എങ്കിലും കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ, അന്നത്തെ പത്രവാർത്തകളും മാധ്യമ വാർത്തകളും ഒക്കെ നോക്കുമ്പോൾ നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിലേക്ക് ഈ സെൻട്രിഫ്യൂജ് മെഷീൻ എത്തുന്നു. അതേസമയം ഇറാൻ ഇത്തരത്തിലൊരു ഓർഡർ നൽകുമെന്നും
ഇറാനിലേക്ക് ന്യൂക്ലിയർ സെൻട്രിഫ്യൂജ് മെഷീൻസ് എത്തുമെന്ന് മനസ്സിലാക്കിയ മൊസാദിൻ്റെ ഏജന്റുമാർ ഇടനിലക്കാരെ സ്വാധീനിക്കുന്നു. ഇടനിലക്കാരിൽ ഒരാളാകുന്നു. ഈ സെൻട്രിഫ്യൂജ് മെഷീൻ എവിടെയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അവിടേക്ക് അവർ നുഴഞ്ഞു കയറുന്നു. ഒടുവിൽ ഈ സെൻട്രിഫ്യൂജ് മെഷീനുള്ളിൽ വമ്പൻ സ്ഫോടക ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നു. അങ്ങനെ ഒടുവിൽ ഈ സെൻട്രിഫ്യൂജ് മെഷീൻസ് അടക്കമുള്ള ആണവായുധ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ആ സാധന സാമഗ്രികൾ ഇറാനിലേക്ക് എത്തുന്നു. നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിലേക്ക് എത്തുകയാണ്. ഇതിനിടയിൽ ഇറാൻ വൈസ് പ്രസിഡന്റ് ഷെരീഫ് പറയുന്നത് ശരിയാണെങ്കിൽ ഈ നിർമ്മാണത്തിനിടയിൽ ഞങ്ങൾ ഈ സെൻട്രിഫ്യൂജ് മെഷീനുള്ളിലുള്ള ഈ സ്ഫോടക വസ്തുക്കൾ കണ്ടുപിടിച്ചു, ഞങ്ങൾ അവ കണ്ടെത്തി. അത് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറി. അത് കണ്ടുപിടിച്ചിരുന്നില്ലെങ്കിൽ ഇറാനിലെ ന്യൂക്ലിയർ പ്ലാന്റിൽ, നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിൽ ആണവായുധങ്ങളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഉണ്ടാകുമായിരുന്ന സ്ഫോടനവും അതിൻ്റെ ഫലങ്ങളും പിന്നീട് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ശേഷിപ്പുമൊക്കെ എത്ര ദയനീയമാകുമായിരുന്നു എന്നാണ് മുഹമ്മദ് ഷെരീഫ് പറയുന്നത്. ഇപ്പോഴത്തെ അഹങ്കാരത്തോടു കൂടി മുഹമ്മദ് സവാദ് ഷെരീഫ് പറയുന്നുണ്ട്, ഞങ്ങളുടെ കർശനമായ പരിശോധന സംവിധാനങ്ങളുടെ കഴിവാണ്, ഞങ്ങളുടെ വളരെ കൃത്യമായ ഇടപെടലുകളുടെ, ഞങ്ങളുടെ ജാഗ്രതയുടെ കഴിവാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചത്. ഈ സ്ഫോടക വസ്തുക്കൾ ആ ന്യൂക്ലിയർ സെൻട്രിഫ്യൂജ് മെഷീനിൽ ഞങ്ങൾ കണ്ടുപിടിച്ചത്. അതേസമയം മറ്റൊരു വാദം കൂടി ഉയരുന്നുണ്ട്. 2021 നദാൻസ് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഒരു വമ്പൻ സ്ഫോടനമുണ്ടായി എന്നുള്ള വാർത്തകളന്ന് പുറത്തു വന്നിരുന്നു. ഇറാനെ പോലെ ഒരു രാജ്യമായതുകൊണ്ട് തന്നെ നടന്നതിൻ്റെ യഥാർത്ഥ തീക്ഷ്ണതയും നടന്ന സംഭവത്തിൻ്റെ തീവ്രതയും യഥാവിധി പുറം ലോകത്ത് എത്തിക്കാണില്ല. എങ്കിലും 2021 നദാൻസ് ആണവോർജ നിലയത്തിൽ ഒരു വമ്പൻ പൊട്ടിത്തെറി ഉണ്ടായി. ആ വമ്പൻ പൊട്ടിത്തെറി ഈ ന്യൂക്ലിയർ പവർ നിറയ്ക്കുന്നതിനിടയിലും ഇതുമായി ബന്ധപ്പെട്ടുമാണ് എന്നുള്ളത് പിന്നീട് പുറത്തു വന്നതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നില്ലെങ്കിൽ കൂടി ആ പൊട്ടിത്തെറിയിലൂടെ വലിയ നാശനഷ്ടമാണ് ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിന് ഉണ്ടായത്. പിന്നീട് നീണ്ട വർഷക്കാലം നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിൽ പരീക്ഷണങ്ങൾ ഉണ്ടായില്ല. ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഉണ്ടായില്ല. വലിയ തിരിച്ചടിയാണ് ഇറാന് ഈ സ്ഫോടനത്തിലൂടെ ഉണ്ടായത്. ഈ സ്ഫോടനം നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിൽ ഉണ്ടാക്കിയത് മൊസാദാണെന്നും ഈ സെൻട്രിഫ്യൂജ് ന്യൂക്ലിയർ മെഷീനിൽ നിറച്ച ആ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതാണെന്നും ഇന്നും മൊസാദുമായി ചേർന്നിട്ടുള്ളവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഈ 2021 നടന്ന നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിലെ സ്ഫോടനത്തിന് ഉത്തരവാദിത്തം മൊസാദ് ഏറ്റെടുത്തില്ല. അതിപ്പോഴും ഒരു ദുരൂഹമായി തന്നെ തുടരുകയാണ്. എന്നാൽ ഇന്ന് മുഹമ്മദ് സവാദ് ഷെരീഫിൻ്റെ വാക്കുകൾ പുറത്തു വരുമ്പോൾ ലോകം തന്നെ കണക്കാക്കുന്നത് അന്നത്തെ നദാൻസ് ന്യൂക്ലിയർ പ്ലാന്റിലെ സ്ഫോടനത്തിന് പിന്നിൽ മൊസാദ് തന്നെയാണ്. അപ്പോൾ ഓർക്കുക എത്രത്തോളം ബുദ്ധിപരമായിട്ടാണ് മൊസാദിൻ്റെ നീക്കങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം 2024 ലെബനനിലെ ഹിസ്ബുള്ളയുടെ പേജർ സ്ഫോടനം പോലും എത്രത്തോളം വർഷം മുൻപ് എടുത്ത ആസൂത്രണത്തിൻ്റെ ഫലമായിരുന്നു. 10 വർഷമെടുത്തു ആ പേജറുകളിൽ ആ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ. മൊബൈലുകളോ മറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളോ ഉപയോഗിച്ചാൽ മൊസാദിൻ്റെ ചാരന്മാർ ലൊക്കേഷൻ കണ്ടുപിടിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഹസൻ നസറുള്ള അന്നത്തെ ഹിസ്ബുള്ളയുടെ തലവൻ പറഞ്ഞത്, ഇനി ഹിസ്ബുള്ള ഏജന്റുമാർ പേജർ മാത്രം ഉപയോഗിച്ചാൽ മതി, പേജറിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, സിഗ്നൽ ട്രേസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയായിരുന്നു ഹസൻ നസറുള്ളയുടെ ബുദ്ധിയിൽ അന്നുദിച്ചത്. അങ്ങനെ ചൈനയിലെയും ജപ്പാനിലെയും ഒക്കെ ചില കമ്പനികളെ പരീക്ഷിക്കുന്നു. അതീവ രഹസ്യമായി കമ്പനികളോട് കൊട്ടേഷൻ ചോദിക്കുന്നു. കമ്പനികളുമായി ഈ പേജർ ഉണ്ടാക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ചൈനയിലെ വിദൂര ഗ്രാമങ്ങളിലുള്ള ഏതോ കമ്പനികൾക്ക് ഓർഡറുകൾ നൽകുകയാണ്. അപ്പോഴേക്കും ആ കമ്പനിയിലേക്ക് ജീവനക്കാരായി മൊസാദിൻ്റെ ഏജന്റുമാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി നിർമ്മിച്ച 10,000-കണക്കിന് പേജറുകളിൽ വളരെ സ്ഫോടക ശക്തിയുള്ള എന്നാൽ ഏറ്റവും കുറഞ്ഞ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുന്നു. ആ സ്ഫോടക വസ്തുക്കൾ ഇന്നോ നാളെയോ മറ്റന്നാളോ അല്ല പൊട്ടിത്തെറിക്കുന്നത്. ആ സ്ഫോടക വസ്തുക്കൾ എപ്പോൾ പൊട്ടിത്തെറിക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലും മൊസാദാണ്. എങ്ങനെയെന്നാൽ ആ ചില പ്രത്യേക കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകൾ മൊസാദ് അയക്കുമ്പോൾ, ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് ഈ സിഗ്നലുകൾ അയക്കുമ്പോൾ പേജറുകൾക്കുള്ളിലുള്ള ചില ഭാഗങ്ങൾ അമിതമായി ചൂടാവുകയും ആ ചൂട് ക്രമാതീതമാകുമ്പോൾ ഈ പേജർ പൊട്ടിത്തെറിക്കുകയും ചെയ്യും.
അങ്ങനെ സൂക്ഷ്മതയുടെ ഏറ്റവും അങ്ങേത്തലയ്ക്കിലുള്ള ഒരു ഓപ്പറേഷനാണ് മൊസാദ് അവിടെ നടപ്പാക്കിയത്. ആ മൊസാദ് ഇറാനിൽ നടത്തിയ ഒരു വമ്പൻ സ്ഫോടനത്തിൻ്റെ കഥയാണ് ഇന്ന് ഇറാൻ്റെ വൈസ് പ്രസിഡന്റ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ മൊസാദ് ആര് എന്ന് നമ്മൾ അന്തം വിട്ടുപോകും. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ കഥകൾ മൊസാദിനെക്കുറിച്ച്, വലിയ ചരിത്രങ്ങൾ മൊസാദിനെക്കുറിച്ചുണ്ട്. അത് വരും ദിവസങ്ങളിൽ കർമ്മ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കും.